ചുരുക്കി പറഞ്ഞാൽ ശ്വാസം വിട്ടിരിക്കുകയാണ് മലയാള സിനിമ. കാരണം ഇതുവരെ ശ്വാസം അടക്കി പിടിച്ച് ഒരുപാട് ദിവസങ്ങളായി മലയാള സിനിമ തന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഒരുപാട് നായക നടന്മാർക്കെതിരെ ഒരുപാട് സ്ത്രീകൾ ആരോപണവുമായി മുമ്പോട്ട് വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന് അമ്മ സംഘടന തന്നെ പിരിച്ചുവിടേണ്ടി വന്ന അവസ്ഥ. അതിനിടയിലാണ് മലയാളത്തിന്റെ കരുത്തുറ്റ യുവ ആക്ടർ നിവിൻ പോളിക്കെതിരെയും ഇതുപോലൊരു ആരോപണം വരുന്നത്. പക്ഷെ ആരോപണം ഉന്നയിച്ച് മണിക്കൂറുകൾക്കകം തന്നെ നിവിൻ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കാനും സാധിച്ചു. ആ യുവതി നിവിൻ പോളി ദുബൈയിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ആ ദിവസം നിവിൻ പോളി നാട്ടിൽ സിനിമാ സെറ്റിലായിരുന്നുവെന്ന് വിനീത് ശ്രീനിവാസൻ പറയുന്നു. അതിന് തെളിവുകളടക്കം അദ്ദേഹം തന്നെ ഹാജരാക്കാൻ തയ്യാറാണെന്നും അറിയിക്കുന്നു. അതോടെ നിവിൻ പോളിക്കെതിരെ ഉണ്ടായ കേസ് തികച്ചും കെട്ടിച്ചമച്ചത് മാത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആരോപണങ്ങളിലും എത്രമാത്രം സത്യമുണ്ട് എന്ന് തന്നെ സംശയിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് കേരളം തന്നെ മുമ്പോട്ട് പോകുന്നത്. ഒരുപക്ഷെ നിവിൻ പോളിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആ സ്ത്രീ ആദ്യം മുതലേ പറയുന്നതിൽ പലതരത്തിലുള്ള വൈരുദ്ധ്യം നമുക്ക് എല്ലാവർക്കും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു സാഹചര്യത്തിൽ നിവിൻ പോളി കാണിച്ച ആർജവവും നിവിൻ പോളിക്ക് ജനങ്ങളിൽ നിന്നുണ്ടായ പിന്തുണയും എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ഇതിന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ കാരണമായി. അതിലും ഉപരി ഈ സ്ത്രീ ഹണി ട്രാപ്പ് അടക്കം ചെയ്യുന്ന സ്ത്രീയാണെന്ന രീതിയിൽ വാർത്തകളും പ്രചരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീയുടെ മുൻകാല ചരിത്രങ്ങളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഇവർ ഇതുപോലെ പലതിനും മടിക്കാത്ത യുവതി എന്ന രീതിയിൽ തന്നെയാണ് വിവരങ്ങളൊക്കെയും തന്നെ ലഭിക്കുന്നത്. പക്ഷെ ഇപ്പോഴും അങ്ങനെ ഒരു പീഡനം നടന്നിട്ടുണ്ട്, അത് ഞാൻ ഒരിക്കലും കെട്ടിച്ചമച്ച് പറഞ്ഞതല്ല എന്ന രീതിയിൽ ഉറച്ചു നിൽക്കുകയാണ് ആ നായിക. എന്തു തന്നെ ആയാലും നിവിൻ പോളി തിരിച്ചു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുമോ, അതോ ഇവർ വ്യാജ ആരോപണം നടത്തി എന്ന രീതിയിൽ പൊതുമധ്യത്തിൽ ഇവരുടെ ഫേസ് അടക്കം പുറത്തുവിടും എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല എങ്കിലും ഇവരുടെ ഫേസ് അടക്കം ഇവർ പരാതിപ്പെട്ട ആ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ അടക്കം അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. നിവിൻ പോളിയുടെ ഫാൻസിന്റെ അടക്കം ഭീഷണിക്ക് പുറമെ നാട്ടുകാരുടെ മുമ്പിൽ താൻ ഒറ്റപ്പെട്ടു എന്ന് സ്ത്രീ തന്നെ പറയേണ്ടി വന്ന അവസ്ഥ. എന്തു തന്നെയായാലും ഇനി ഒരാളും ഇതുപോലെ വ്യാജ പരാതിയുമായി മുമ്പോട്ട് വരാൻ തയ്യാറാവില്ല എന്നത് തന്നെയാണ് ഈ സ്ത്രീയുടെ അവസ്ഥയിലൂടെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.